കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അസ്തിത്വം ഉറപ്പിക്കാനുള്ള പോരാട്ടമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്ന് AICC അംഗം കെ സുധാകരൻ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി സാജു KPയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റോഡ് ഷോയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യജനാധിപത്യ മുന്നണി കരുത്താർജിച്ച് മുന്നോട്ട് വന്നത് ജനവിശ്വാസം കൊണ്ടാണ്. ആ ജനവിശ്വാസം ഉണ്ടെങ്കിലേ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുകയുള്ളൂ. UDF ഭരണമാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിന് ഒരുപാട് വിത്ത് പാവിയ കർഷകനാണ്. ഒരുപാട് നല്ല വിത്ത് പാവി നല്ല വിത്തുണ്ടാക്കി നല്ല വിളവുണ്ടാക്കി അദ്ദേഹം നാട്ടിൽ പോയി നല്ല കാശുണ്ടാക്കിയ വക്കീലാണ്. കാശും ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല വിത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ലക്കി ചാപ്പ് എന്ന നിലക്ക് അദ്ദേഹത്തെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ അഭിമുഖീകരിച്ച് ആദ്യം സംസാരിക്കും. അതിനുശേഷം സാജുവിൻ്റെ വളർന്നു വരുന്ന യുവതയ്ക്ക് കേരളത്തിൽ അവരുടെ ജീവിതം സുന്ദരമാക്കാൻ കഴിയുന്ന അന്തരീക്ഷം നമുക്കില്ല. കേരളത്തിലെ യുവാക്കൾ വിദേശത്ത് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ കടമ. അവിടെയാണ് UDFന്റെ മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിരിക്കുന്നത്. FCRനുബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഒരുപാട് സമൂഹങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇത് റദ്ദു ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നതെന്നും തങ്ങൾ ചൂണ്ടിക്കാട്ടി. UDF ചെയർമാൻ N മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി സാജു KP, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് അഡ്വക്കേറ്റ് K ലത്തീഫ്, അഡ്വക്കേറ്റ് T ആസഫ് അലി, സഞ്ജീവ് മറോളി, AK അബൂട്ടി ഹാജി, VA നാരായണൻ, MP അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് K ഷുഹൈബ, റഷീദ് കരിയാടൻ, N മൂസ, സാഹിർ പാലക്കൽ, E വിജയകൃഷ്ണൻ, തഫ്ലീം മാണിയാട്ട, ശശിധരൻ മാസ്റ്റർ, റഷീദ് തലായ്, ഷാജി M ചുക്ലി സംസാരിച്ചു. അഡ്വക്കേറ്റ് CG അരുൺ സ്വാഗതം പറഞ്ഞു.